ഹലോ എവ്രി വൺ, ദിസ് ഇസ് ആൻഡ് മാർലി ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ വലിയ സുഖമൊന്നുമില്ല, എന്നാലും അടിപൊളിയായിട്ടിരിക്കുകയാണ്. കാരണം എൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നീര് വെച്ചിരിക്കുന്നത് കാണുന്നുണ്ടോ? എനിക്ക് നല്ല പല്ല് വേദന വരുന്നുണ്ടെന്നല്ല, പല്ലുവേദനയാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, പുതിയൊരു പല്ല് വരുന്നുണ്ട് ഗൈസ്. എന്നാ ചെയ്യണ്ട, ബാല്യത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ. അപ്പൊ അങ്ങനെ തന്നെ നല്ല നീരായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ 2-3 ഡേയ്സ് ആയിട്ട് വലിയ കാര്യമായിട്ട് നമ്മുടെ വീഡിയോസ് ഒന്നും കാണാതിരുന്നത്, പുതിയ വീഡിയോകൾ. ഇന്ന് ഇപ്പൊ സൺഡേ ആണ്, നല്ലൊരു ഞായറാഴ്ച ദിവസം. ആക്ച്വലി ഞാൻ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ ഏകദേശം 12 മണിയൊക്കെ ആയിട്ടുണ്ട്, നട്ടുച്ച നേരമാണ്. ഇന്ന് എന്താണ് പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 2-3 ദിവസമായിട്ട് എനിക്ക് ഈ വയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ റൂം ഒന്ന് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. സോ ഞാൻ ഓർത്തു ഇന്ന് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. നന്നായിട്ട് നല്ലൊരു ഡെപ്തിൽ തന്നെ ഒരു ക്ലീനിങ് ആണ് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. സോ ഗൈസ്, ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. വായോ, വെൽക്കം ടു മൈ റൂം. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ റൂമിന്റെ ഇപ്പോഴത്തെ ഫാനിലാണേലും അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ഞാൻ ഈ ആർട്ടിഫിഷ്യൽ ലീഫൊക്കെ വെച്ചേക്കുന്ന ആ ഒരു ഭാഗത്ത് ലൈറ്റ് ഒക്കെ വിട്ടുപോയി. ആക്ച്വലി ഇത് വിട്ടുപോയിട്ട് 1 വീക്കായി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വേദന കാരണമാണ് ഞാൻ കൂടുതൽ ഇതൊന്നും ചെയ്യാതിരിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ വെച്ചേക്കും. അപ്പൊ ഇതെല്ലാം ഒന്ന് നമുക്ക് സെറ്റ് ആക്കണം. അതുപോലെ തന്നെ എന്റെ ബെഡ് കിടക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇതെല്ലാം ഒന്ന് അടിപൊളിയാക്കി എന്റെ റൂം ഒരു സെറ്റപ്പ് ആക്കി മാറ്റണം. ആക്ച്വലി നമ്മൾ ഈ വിൻഡോസിന്റെ ഗ്ലാസ് ഒക്കെ തുടയ്ക്കുന്നത് പുറത്തുനിന്നും അകത്തുനിന്നും ആയിട്ടാണ് തുടയ്ക്കുക. പക്ഷെ എന്റെ ഈ ഒരു റൂമിന് മാത്രം പുറത്തുനിന്ന് നമുക്ക് തുടയ്ക്കാനുള്ള ഒരു സൗകര്യം ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പുറമാണല്ലോ, അതായത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി തുടയ്ക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. സോ നമ്മൾ മാക്സിമം ഇവിടെ നിന്ന് ഈ അകത്തു നിന്ന് തുടയ്ക്കാൻ വേണ്ടിയാട്ടോ. ആക്ച്വലി നമുക്ക് ഈ ഒരു പോർഷനും കൂടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും അതുപോലെ എൻ്റെ കുറച്ച് ബാഗ്സ് ഒക്കെ വെച്ചേക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഇച്ചിരി പൊടി പിടിച്ച് കിടക്കുവാണല്ലോ. അപ്പൊ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം. അതുപോലെ ഈ ഒരു കോർണർ ഞാനത് റീസെന്റ് ആയിട്ട് ഒന്ന് ചുമ്മാ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. കാരണം ഞാൻ ഇത് നമ്മുടെ ഈ വീട് പണിത് നമ്മുടെ ഹൗസ് വാമിങ്ങിന്റെ സമയത്തിൽ ഞാൻ ഇത് മീഷോയിൽ നിന്ന് മേടിച്ചൊരു ഐറ്റം ആയിരുന്നു. ഇത് വേറൊരു സാധനമായിരുന്നു. ഇത് വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. അപ്പൊ ഈ ഒരു കോർണർ കണ്ടോ, അതായത് ഈ ഒരു കാർഡ്ബോർഡ് പോലത്തെ ഈ ഒരു സെറ്റപ്പ് ഇവിടെ ഞാൻ എന്റെ ആണെങ്കിൽ വിഷ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ഒരു സംഭവമായിരുന്നു. മടി കാരണമാണെന്ന് തോന്നുന്നു എന്ന് പൂർണ്ണമായിട്ടും പറയാം. മടി കാരണം തന്നെയാണ് ഞാൻ എന്റെ വിഷ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തില്ല. ഞാനതിങ്ങനെ എഴുതി വെച്ചു, എന്തൊക്കെ വേണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അതൊരു ഫോട്ടോയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഞാൻ ഇതിനകത്തേക്ക് വെക്കണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ വെച്ചില്ല. എനിവേ, നമുക്ക് നമ്മുടെ ഈ ഒരു ഏരിയ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. ആർട്ടിഫിഷ്യൽ ലീവ്സ് ആണെങ്കിൽ ഇപ്പോൾ അവിടെ നിന്നും പറിച്ച് വേറെ ഒരു സെറ്റപ്പിലേക്ക് മാറ്റിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ മാറ്റി കഴിയുമ്പോൾ കുറച്ച് ഡിഫക്റ്റുകൾ സംഭവിക്കും. എനിവേ, നമുക്ക് നമ്മളിവിടെ ആർട്ടിഫിഷ്യൽ ലീവ്സ് വെച്ച് നിറച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ലൈറ്റ് നമ്മളിപ്പം ഇടുന്നില്ല. കാരണം ഇത് ഇടാനായിട്ടാണെങ്കിൽ പോലും ഇതൊരു അതിന് മറ്റൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തില്ല. നമ്മൾ ആദ്യം നമുക്ക് ടോട്ടലി 4 ലീവ്സിന്റെ ഒരു സെറ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇത് ഫുൾ ആയിട്ട് നിറച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതും കൂടെ ഇട്ട് കഴിയുമ്പോൾ ഒരു ഭംഗിയുള്ളൂ. അപ്പൊ നമുക്ക് പിന്നീട് സെറ്റ് ചെയ്യാം.
സോ ഗൈസ്, നമ്മുടെ ക്ലീനിങ് അങ്ങനെ കഴിഞ്ഞു. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ നീണ്ടു നിന്ന ഒരു ഡീപ്പ് ക്ലീനിങ് തന്നെയായിരുന്നു. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞതുപോലെ കുറച്ച് ദിവസങ്ങൾ കൂടിയാണ് നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്തിരിക്കുന്നത്. സത്യം പറയട്ടെ, ഒന്ന് ക്ലീൻ ആയിട്ട് ഒരു അടുക്കും ചിട്ടയിലും നമ്മുടെ റൂം ഇരിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബായിരിക്കും കയറി വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേന് ഒരു അടിപൊളിയായിട്ട് നല്ല അടുക്കും ചിട്ടി നല്ല ഹൈലി ഡിസിപ്ലിൻ ആയിട്ടാണ് നമ്മുടെ റൂം കിടക്കുന്നതെങ്കിൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി അഥവാ ആ ഒരു ദിവസം തന്നെ ഒരു അടിപൊളിയായിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റൂട്ടോ. പക്ഷെ എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മനസ്സിലായ ഒരു കാര്യമാണിത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസം എനിക്ക് ഫുൾ നെഗറ്റീവ് ഫീൽ ആയിരുന്നു. കാരണം ഒന്നിനും ഒരു താല്പര്യമില്ല, ഒന്നിനും ഒരു മൂഡില്ല. എഴുന്നേൽക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു, ഡ്യൂട്ടിക്ക് പോകുന്നു, പിന്നെ തിരിച്ചു വരുന്നു, പള്ളിയിൽ പോകുന്നു, അങ്ങനെ ഒരു റൂട്ടീൻ മാത്രമായിരുന്നു. അതിൽ കൂടുതലായിട്ട് ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും എനിക്ക് ചെയ്യാനും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ വേറെ ഒരു ഹാബിറ്റ് ആയിരുന്നു എൻ്റെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ഫോൺ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അതിൽ നിന്നെല്ലാം എനിക്ക് ഒരു മാറ്റം വരണം. ഞാൻ വരുത്തും. നമ്മൾ വരുത്തുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നമ്മുടെ ലൈഫിൽ മാറിയിരിക്കും. സോ ഗൈസ്, എൻ്റെ കൂട്ടത്തിൽ നിങ്ങളും കുറച്ച് പേരെങ്കിലും ക്ലീനിങ് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഒരു ചിന്താഗതി ഉള്ളവരായിരിക്കാം. അതുപോലെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്, അതങ്ങനെ അടിപൊളിയായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ. സോ അവർക്കിതൊരു മോട്ടിവേഷൻ പോലെ, അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാം എന്നൊരു എനർജി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഡിസിപ്ലിൻ എൻ്റെ ലൈഫിലും വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് പേര് കാണുമല്ലോ. സോ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു. ഞാൻ ഈ വീഡിയോയിൽ ഉടനീളം പറഞ്ഞൊരു വാക്കുണ്ട്, സോ എന്നാണാവോ ഞാൻ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാവാം. കാരണം പലയിടങ്ങളിലും പല റൂട്ടീൻസിലും അതുപോലെ തന്നെ പല സിറ്റുവേഷൻസിലെല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് സോ എന്ന്. സോ നമുക്കത് മാറ്റി കൊണ്ടുവരാം. ഓക്കെ, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. നമ്മുടെ അടിപൊളി പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ. യെസ് ഗൈസ്, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടം കൊണ്ട് നിർത്താം. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവിടം വരെ സ്റ്റേ ട്യൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.